തടവിൽ കഴിയുന്ന പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ ഇന്ത്യയിൽ എത്തിക്കാൻ ഇന്ത്യ നീക്കം നടത്തുന്നു, അതും നയതന്ത്ര മാർഗത്തിലൂടെ നീക്കം നടത്തുന്നു എന്നുള്ള വാർത്തയ്ക്കാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ വലിയ ഡിമാൻഡ്. സോഷ്യൽ മീഡിയയിലടക്കം ആദ്യം ട്രെൻഡിംഗ് ആയി മാറിയ ഈ വാർത്ത പിന്നീട് അവിടുത്തെ ചില മാധ്യമങ്ങൾ കൂടി ഏറ്റുപിടിച്ചതോടെ ഒടുവിൽ ഇന്ത്യക്ക് തന്നെ ഇടപെടേണ്ടി വന്നു. വാർത്ത ഇങ്ങനെയാണ്: ഇമ്രാൻഖാനെ രാഷ്ട്രീയ തടവുകാരനായി ഇന്ത്യയിലേക്ക് കൈമാറാൻ ഇന്ത്യ നയതന്ത്ര തലത്തിൽ പാക് സർക്കാരുമായി ബന്ധപ്പെട്ടു എന്നതിന് തെളിവ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്താണ് സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നത്. ഈ കത്ത് നൽകിയത് ഇന്ത്യയാണെന്നും പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ഈ കത്ത് ചോരുകയായിരുന്നു എന്നുമാണ് ഈ കത്ത് പ്രചരിപ്പിക്കുന്ന സോഷ്യൽ മീഡിയയിലെ ആളുകൾ പറയുന്നത്. തുടർന്ന് ഇത് പാകിസ്ഥാനിലെ ചില മാധ്യമങ്ങളും വലിയ തലക്കെട്ടോടെ വാർത്തയാക്കി മാറ്റി. ഒടുവിൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഇന്ത്യയുടെ ഇടപെടുകയും ഫാക്ട് ചെക്ക് ചെയ്ത് ഇത് വ്യാജമാണ് എന്ന് പറയുകയും ചെയ്തു. ഏതായാലും പാകിസ്ഥാനിലുള്ള ജനത്തിന് പ്രത്യേകിച്ച് പണിയില്ലാത്തത് കൊണ്ട് സോഷ്യൽ മീഡിയയിലാണ് എല്ലാ സമയവും. ആ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുമ്പോൾ ഇങ്ങനത്തെ ചില വികൃതികളും കേട്ടൊന്നിരിക്കും. ഏതായാലും ഷേഖ് ഹസീന ഇന്ത്യയിലേക്ക് എത്തിയതിന്റെ പൊല്ലാപ്പ് ഇതുവരെ മാറിയിട്ടില്ല. അപ്പോഴാണ് ഇമ്രാൻഖാനെ കൂടി കൊണ്ടുവരുന്നത്. ഏതായാലും പാക് മാധ്യമങ്ങളും പാകിസ്ഥാനുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആഘോഷിച്ച വാർത്ത ഇപ്പോഴും അവിടെ ചില മാധ്യമങ്ങൾ കൂടി ഏറ്റുപിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.